ഡോക്ടർ ഗാഥ ആർ പ്രാൺ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഇൻ ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി ആണ്. ഇന്ന് നമ്മൾ ബർത്ത് കമ്പാനിയനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. എന്താണ് ബർത്ത് കമ്പാനിയൻ? റെസ്പെക്ട്ഫുൾ മെറ്റേണിറ്റി കെയറിലൂടെ ഒരു പോസിറ്റീവ് ചൈൽഡ് ബർത്ത് എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാനായി ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്ന മാർഗങ്ങളിലൊന്നാണ് ബർത്ത് കമ്പാനിയൻ. ആരാണ് ബർത്ത് കമ്പാനിയൻ? പ്രസവവേദന അനുഭവിക്കുന്ന ഒരു സ്ത്രീ ആ സമയത്ത് തനിക്ക് ഇമോഷണലായും പ്രാക്ടിക്കൽ ഹെൽപ്പിനായും സപ്പോർട്ട് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുന്ന വ്യക്തിയാണ് ബർത്ത് കമ്പാനിയൻ. ആരെ വേണമെങ്കിലും ആ സ്ത്രീക്ക് ബർത്ത് കമ്പാനിയനായിട്ട് തിരഞ്ഞെടുക്കാം. ഫാമിലി മെമ്പേഴ്സ്, അതായത് കുടുംബാംഗങ്ങൾ, ഹസ്ബൻഡ് അല്ലെങ്കിൽ പാർട്ട്ണർ, ഈവൻ ഫ്രണ്ട്സിനെ വരെ വേണമെങ്കിൽ നമുക്ക് ബർത്ത് കമ്പാനിയനായിട്ട് തിരഞ്ഞെടുക്കാൻ സാധിക്കും. ബർത്ത് കമ്പാനിയനെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാമാണ്? ബർത്ത് കമ്പാനിയൻ എന്നുള്ള വ്യക്തിക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഒന്നും തന്നെ കാണാൻ പാടില്ല. കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതായത് പകർച്ചവ്യാധികളുണ്ടെങ്കിൽ അവരുടെ അസുഖം അമ്മയ്ക്കും നവജാത ശിശുവിനും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലേബർ പ്രക്രിയയെപ്പറ്റി നല്ല ധാരണയുള്ളൊരു വ്യക്തിയായിരിക്കണം ബർത്ത് കമ്പാനിയനായിട്ട് വരുന്നത്. അതുപോലെ ബർത്ത് കമ്പാനിയന് സപ്പോർട്ട് കൊടുക്കാനും സാധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. നേരെ മറിച്ച് ഡെലിവറി സമയത്ത് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ, തലകറക്കം പോലുള്ളവ വന്നാൽ നമ്മുടെ ശ്രദ്ധ ബർത്ത് കമ്പാനിയനിൽ നിന്നും പ്രസവിക്കുന്ന സ്ത്രീയിൽ നിന്നും മാറി ബർത്ത് കമ്പാനിയനിലോട്ടാവുകയും അതുവഴി പ്രസവിക്കുന്ന സ്ത്രീക്ക് ലഭിക്കുന്ന കെയറിൽ കോംപ്രമൈസ്ഡ് ആകാനും സാധ്യതയുണ്ട്. ബർത്ത് കമ്പാനിയൻ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തെല്ലാമാണ്? ബർത്ത് കമ്പാനിയന് ഇമോഷണൽ സപ്പോർട്ടിന് പുറമെ ആരോഗ്യ പ്രവർത്തകരും രോഗിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാനും സഹായിക്കുന്നു. ചിലപ്പോൾ പ്രസവിക്കാൻ വരുന്ന സ്ത്രീ ആദ്യമായിട്ടായിരിക്കും ലേബർ റൂമിലെ ഡോക്ടേഴ്സിനെയും നഴ്സുമാരെയും ഒക്കെ കാണുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടായാൽ ഇവരോട് പറയാൻ ഒരു വിമുഖത കാണും. അപ്പോൾ കമ്പാനിയൻ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ കമ്പാനിയനോട് പറയാം. അതുവഴി ഡോക്ടർമാരിലേക്കും നഴ്സുമാരിലേക്കും അത് എത്തിക്കാനും സാധിക്കും. അതുപോലെ തന്നെ ചില പ്രാക്ടിക്കൽ ഹെൽപ്പ് ഇവരെ കൊണ്ട് നമുക്ക് ലഭിക്കുന്നു. ബർത്ത് കമ്പാനിയന് കൂടെ ഇരുന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വെള്ളം കുടിക്കാൻ എൻകറേജ് ചെയ്യാനും നടക്കാൻ എൻകറേജ് ചെയ്യാനും ബേബി വരുന്ന സമയത്ത് പുഷ് ചെയ്യാൻ എൻകറേജ് ചെയ്യാനും ഒക്കെ ബർത്ത് കമ്പാനിയൻ സഹായിക്കുന്നു. ബർത്ത് കമ്പാനിയനുള്ള ഡെലിവറി നിരവധി മെറ്റേണൽ ആൻഡ് ഫീറ്റൽ ഹെൽത്ത് ഔട്ട്കംസിനെ ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് സ്റ്റഡീസ് കാണിക്കുന്നുണ്ട്. ബർത്ത് കമ്പാനിയനുള്ള ഡെലിവറിയുടെ പ്രസവവേദനയുടെ ആഴം കുറയ്ക്കുകയും പ്രസവത്തിൻ്റെ ദൈർഘ്യം കുറയ്ക്കുകയും വജൈനൽ ഡെലിവറി എന്നുള്ള പ്രോസസ്സ് എൻഹാൻസ് ചെയ്ത് വജൈനൽ ഡെലിവറിക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും അതുപോലെ സിസേറിയൻ നിരക്കുകൾ കുറയ്ക്കാനും ബർത്ത് കമ്പാനിയനുള്ള ഡെലിവറി സഹായിക്കുന്നു. ഒരുപാട് പേരുടെ സംശയമാണ് ബർത്ത് കമ്പാനിയൻ എന്നുള്ളത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ മാത്രമേ ഉള്ളൂ, സാധാരണക്കാർ പ്രസവിക്കുന്ന സർക്കാർ ആശുപത്രികളിൽ ഉണ്ടോ എന്നുള്ളൊരു സംശയം. തീർച്ചയായിട്ടും ബർത്ത് കമ്പാനിയൻ ഫെസിലിറ്റി സർക്കാർ ഹോസ്പിറ്റൽസിലുണ്ട്. ലേബർ റൂം ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് ഇനീഷ്യേറ്റീവ് ലക്ഷ്യ പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിലെ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും WNC ഹോസ്പിറ്റൽസ്, ചില താലൂക്ക് ഹോസ്പിറ്റൽസിലെല്ലാം ഈ ഫെസിലിറ്റി കുറച്ച് വർഷങ്ങളായി തന്നെ നിലവിലുണ്ട്. ചില ഹോസ്പിറ്റൽസിൽ ഇതിൻ്റെ പ്രവർത്തനം നടപ്പിലാക്കി വരുന്നു. വരും ഭാവിയിൽ തന്നെ പ്രസവം നടക്കുന്ന എല്ലാ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ഹോസ്പിറ്റൽസിലും ഈ ഫെസിലിറ്റി വരുന്നത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയുള്ളത് ബർത്ത് സ്വീറ്റിൻ്റെ കാര്യമാണ്. എന്താണ് ബർത്ത് സ്വീറ്റ്? ഈ ബർത്ത് കമ്പാനിയൻ എന്ന ആശയത്തിൻ്റെ കുറച്ചുകൂടി വിപുലീകരിച്ചതും പരിഷ്കരിച്ചതുമായിട്ടുള്ളൊരു വേർഷനാണ് ബർത്ത് സ്വീറ്റ് അഥവാ ലേബർ സ്വീറ്റ്. ഈ ലേബർ സ്വീറ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലുള്ളൊരു ഡെലിവറി എന്നുള്ളതാണ്. ഒരു ഹോസ്പിറ്റലിൽ ബർത്ത് സ്വീറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 2 മുറി ഉണ്ടാവും. ആദ്യത്തെ മുറിയിൽ കുടുംബാംഗങ്ങൾക്ക് ഇരിക്കാനും അവർക്ക് റെസ്റ്റ് എടുക്കാനും അവർക്കുള്ളൊരു റിഫ്രഷ്മെൻറ്റിൻ്റെ ഓപ്ഷനും അവിടെ കാണും. തൊട്ടടുത്ത മുറിയിലായിരിക്കും ഈ ഡെലിവറി നടക്കുന്ന തൊട്ടടുത്ത മുറിയിലായിരിക്കും ഡെലിവറി നടക്കുക. ഈ മുറിക്ക് നമ്മുടെ പ്രധാന ലേബർ റൂമുമായിട്ട് കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ കുടുംബാംഗങ്ങൾക്ക് വന്നിട്ട് ഈ റെസ്റ്റ് ചെയ്യുന്ന റൂമിൽ ഇരിക്കാനും ഇടയ്ക്കിടയ്ക്ക് ഈ ഗർഭിണിയെ കയറി കാണാനും ആശ്വസിപ്പിക്കാനും സാധിക്കുന്നു. അതുപോലെ തന്നെ ഗർഭിണിക്കും ഇടയ്ക്ക് ഇറങ്ങി വന്ന് മറ്റേ റൂമിൽ വന്ന് അവരോട് സംസാരിക്കാനും ഇടപഴകാനും നടക്കാനും ഒക്കെ
ഈ ബർത്ത് സ്യൂട്ട് കൊണ്ട് നമുക്ക് സാധിക്കുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എന്നതുപോലെ ഒരു ഡെലിവറിയാണ് നമ്മൾ ഈ ബർത്ത് സ്യൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരുപാട് വേദന അനുഭവിക്കുന്ന ഈ വിഷമഘട്ടത്തിലും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ അതിഥി വരുന്ന സമയത്ത് നമ്മുടെ സന്തോഷം പങ്കിടാനും നമ്മുടെ വീട്ടുകാർ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ ഉള്ളത് കാരണം ഈ ബർത്ത് സ്യൂട്ട് എന്ന് പറയുന്ന ഒരു ആശയം തികച്ചും മെച്ചപ്പെട്ടതായിട്ടുള്ളൊരു പ്രസവ അനുഭവം തന്നെ സമ്മാനിക്കുന്നതുമാണ്.